ആലിസ് ഇങ്ങനെ നിസ്സാര കാര്യത്തിന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? ഇച്ചായൻ ഇത് നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ലീവ് എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ? ഇച്ചായൻ ഒന്നും പറയണ്ട, എന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല. ഇന്ന് മുതൽ ഇച്ചായൻ മുകളിലത്തെ മുറി കിടക്കും, ഞാൻ താഴത്തെ മുറി കിടക്കും. എന്റെ അഭിപ്രായത്തിന് വല്ല വിലയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് മതി ഒരുമിച്ചുള്ള കിടപ്പൊക്കെ. എന്റെ അവസാന തീരുമാനമാണോ? ഈ ആലിസിന് ഒരു തീരുമാനമേ ഉള്ളൂ ഇച്ചായ. എന്നാ വാശിയാടി ആലിസ് ഇത്? വാശിയൊന്നും ഒരു അണുക്കിട നീ പിന്നോട്ട് പോകുന്നില്ലല്ലോ. നീ എത്രത്തോളം വാശി പിടിക്കുമെന്ന് ഞാനൊന്ന് പരീക്ഷിക്കുകയായിരുന്നു. എൻ്റെ പൊന്നു മോളെ, എടി നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും മാറിക്കിടന്നിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെ എങ്ങനെയാടി ഞാൻ മാറിക്കിടക്കുന്നു? എൻ്റെ കൊച്ചിൻ്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരത്തില്ലേ? അപ്പൊ നാളെ നമ്മൾ പോവോ? ഉറപ്പല്ലേ? എൻ്റെ പൊന്നു മോളെ, നിന്റെ ഒരു ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തന്നില്ലേ? പിന്നെ കെട്ടിയോണെന്ന് പറഞ്ഞ് ഞാൻ എന്നാത്തിനാടി ഇവിടെ ഇരിക്കുന്നത്? സത്യമാണോ? സത്യം. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇച്ചായനുസരിക്കും. എന്നാടി ആലീസ് ചെയ്ത്? നീ എന്തിനാ ഇങ്ങനെ നിസ്സാര കാര്യത്തിന് പിണങ്ങുന്നേ? ഇച്ചായൻ ഇത് നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ലീവ് എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ? ഇച്ചായൻ ഒന്നും പറയണ്ട, എന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല. ഇന്ന് മുതൽ ഇച്ചായൻ മുകളിലത്തെ മുറി കിടക്കും, ഞാൻ താഴത്തെ മുറി കിടക്കും. എന്റെ അഭിപ്രായങ്ങൾക്കും വിലയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് മതി ഒരുമിച്ചുള്ള കിടപ്പൊക്കെ. എന്റെ അവസാന തീരുമാനമാണോ? ആലീസിന് ഒരു ഒറ്റ വാക്കേ ഉള്ളൂ. ആയിക്കോട്ടെ. ഇച്ചായൻ എന്ത് ചെയ്യാൻ പോവാ? തലേണ ഷീറ്റ് എടുത്ത്. എനിക്ക് ഈ തലേണ ഷീറ്റ് അവിടെ കൊണ്ട് വിരിച്ചാലല്ലേ ഉറക്കം വരുമ്പോൾ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോ ഗുഡ് നൈറ്റ്. ഇച്ചായ, ഇച്ചായനത് എങ്ങോട്ട് പോവാ? മുകളിലത്തെ മുറിയില്. മുകളിലത്തെ മുറിയില്ല? എന്തിന്? നമ്മൾ തമ്മിൽ നേരത്തെ വഴക്ക് കൂടിയില്ലേ? അപ്പം നീ പറഞ്ഞില്ലേ നമ്മൾ രണ്ടുപേരും ഇനി ഒരുമിച്ച് കിടക്കുന്നില്ല, നീ താഴത്തെ കട്ടിലും ഞാൻ മുകളിലുമാണെന്ന്. എന്തോ ഇച്ചായ, ഞാനൊന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് ഇച്ചായൻ കെട്ടും കിടക്കെടുത്ത് മേലോട്ട് പോണത്? പിന്നെ ഞാൻ എന്താ വേണ്ടേടി? ആലിസേ, നടക്കാത്തൊരു കാര്യം നീ എന്നോട് ആവശ്യപ്പെട്ടു, ഞാനത് നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിനക്ക് ദേഷ്യം വരും. പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. എന്നിട്ട് നീ പറഞ്ഞു നമ്മൾ രണ്ടുപേരും വഴക്ക് തീരുന്നവരെ ഇനി ഒരുമിച്ച് കിടക്കത്തില്ലെന്ന്. ഞാൻ നിന്റെ ഈ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു. ഇനി മുതൽ നമ്മൾ 2 റൂമിലായിരിക്കും. തർക്കം തീർന്നതിന് ശേഷം നമ്മളിനി ഒരുമിച്ചുണ്ടാവുള്ളൂ. എൻ്റെ മോളുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈ കടത്തില്ല. എന്തിനാണ് കരയുന്നേ? പ്രശ്നം തീർന്നില്ല. അതെന്നാ പ്രശ്നം തീരാത്തെ? ഞാൻ മുകളിൽ പൊക്കോളന്നേ. എന്തോ ഇച്ചാൻ എന്നോടൊരു താരി സ്നേഹം ഉണ്ടാ. ഞാൻ പറഞ്ഞോടനെ എന്നെ കെട്ടും കിടക്കെടുത്ത് മേലോട്ട് പോവാനായിട്ട്. പിന്നെ ഞാൻ എന്നാണോ? ഇച്ചാൻ ഒരു കാര്യം അറിയോ? പൗത്രനും സുമിത്രയും കൂടെ ഇതുപോലെ തന്നെ ഒരു ദിവസം വഴക്കിട്ട്. അപ്പൊ സുമിത്ര ഇങ്ങനെ എന്നെ പൗത്രനോട് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പൗത്രൻ മുറിയുടെ അകത്ത് വന്ന് അവർ തമ്മിൽ സ്നേഹത്തിലായി, അറിയാമോ? പക്ഷെ ഇച്ചാൻ എന്താ ചെയ്തത്? കെട്ടും കിടക്കെ എടുത്തിട്ട് നേരെ മേളിലേക്ക് പോകുന്നു. ഇത് പവിത്രന്റെ ഐഡിയ ആയിരുന്നല്ലേ? എന്റെ പൊന്നുമോള് നേരത്തെ പറയണ്ടായിരുന്നോടി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പോവാൻ പറഞ്ഞ ഇച്ചാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവല്ലോ. അങ്ങനെ പോവോടി? ഓ, ഞാനേ നീ ഏതറ്റം വരെ പോകൂന്ന് ഒന്ന് നമ്പർ ഇട്ട് നോക്കിയതാ. നീ ഏതുവരെ പോകുമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. പോന്ത് ചാടിയാൽ വേലിയോളം, അത്രേ ഉള്ളൂ. പറ്റിച്ചാണ്. പിന്നല്ലാതെ പൗത്രനെ വിളിച്ച് ഞാൻ 2 വർത്താനം പറയും. ഞാൻ പറയും. ആ ദുഷ്ടനെ ഇത് മുത്തോപ്പിച്ചത്. നല്ല കാര്യമുണ്ടോടി? ഹലോ ആലീസേ. ദേ പവിത്ര, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ ഉപദേശിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഞാൻ ഇച്ചായനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പുറത്തുനിന്നുള്ള ഉപദേശം ഞാൻ എടുക്കുന്നില്ല. വേണ്ട, ഉപദേശിച്ച് ഞാനിപ്പോ പുറത്തായി.
സുമിത്ര വാതിലടച്ച് എന്നെ പുറത്താക്കി. ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു മനുഷ്യനെ ഞാൻ ഉപദേശിക്കുകയല്ല. അയ്യോ ഇച്ചായ പവിത്രം പുറത്തായി. സുമിത്ര മുറിയുടെ അകത്തും പവിത്രം പുറത്ത്